രാവിലെ ചോറ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി എന്തേലും വെക്കണം, എന്നാലേ കഴിക്കാൻ പറ്റൂ. ഇപ്പോൾ അതിനാണ് വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. വീട്ടിൽ പ്രശ്നങ്ങളാണ് സാർ, ഇതുപോലെ അഡ്മിഷൻ എനിക്ക് പഠിക്കണമെന്നുണ്ട്. ആഹാരമൊക്കെ ഞാൻ ചെല്ലുന്ന വീട്ടിൽ നിന്ന് എനിക്ക് മിക്കപ്പോഴും തരാറുണ്ട്. നല്ല മഴയൊക്കെ പെയ്താൽ നന്നായിട്ട് ചോരും, നല്ല ചോർച്ചയൊക്കെ ആയിരുന്നു. സ്കൂളിൽ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ ജോലിക്ക് പോകുന്നത്. അപ്പം അമ്മയെ സഹായിക്കാനായിട്ടായിരുന്നു ആദ്യം പോയി തുടങ്ങിയത്. പിന്നെ എനിക്ക് ഇതിലോട്ട് കുറച്ച് വരുമാനം വേണമായിരുന്നു, വേറെ എങ്ങും എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാനും ഇടയ്ക്കൊക്കെ പോയി ആ കിട്ടുന്ന വരുമാനത്തിലാണ് ഞാൻ കൂടുതലും ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതെ, ഇതാ എൻ്റെ വീട്. ഈ ബൈക്കൊന്നും എൻ്റെ അല്ല, ഇതെല്ലാം വീടിന് അടുത്തുള്ളവരുടെയാ. ഇവിടെ വെച്ചിട്ടാ പോകുന്നവരൊക്കെ. വീട്ടിൽ അമ്മയില്ലാന്ന് തോന്നുന്നു, കഥ അടച്ചിട്ടേക്കാ. ജോലിക്ക് പോയി കാണും. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരും. ഞാൻ രാവിലെ എന്നും ക്ലാസ്സിന് പോകും. ക്ലാസ്സിന് പോയതിന് ശേഷം പിന്നെ ഇവിടെ കോളേജിൽ പഠിക്കാൻ പോയതിന് ശേഷം വൈകിട്ട് വന്നിട്ടാണ് ഞാൻ ഇതുപോലെ ജോലിക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് വീട്ടിൽ വരിക ചെയ്യാറ്. ഒരുപാട് ലേറ്റ് ആവത്തില്ലേ? അത്യാവശ്യം ഒരു 7-8 മണിയോളം ആവും വീട്ടിൽ വരാൻ തന്നെ. അതിനുശേഷം പിന്നെ ബാക്കി പഠിത്തവും കാര്യങ്ങളും എല്ലാം നോക്കി വീണ്ടും പിറ്റേന്ന് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ആയിരിക്കും. ആഹാരമൊക്കെ ഞാൻ ചെല്ലുന്ന വീട്ടിൽ നിന്ന് എനിക്ക് മിക്കപ്പോഴും തരാറുണ്ട്. കഴിക്കാനുള്ള ഫുഡും എല്ലാ കാര്യങ്ങളും തരാറൊക്കെ ഉണ്ട്. അവർക്കും പ്രത്യേക സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് എന്നോടൊക്കെ. ചേച്ചി ഇപ്പം പോസ്റ്റ് ബി എസ് സി പഠിക്കുക. ചേച്ചിക്കും പഠനത്തിന് അത്യാവശ്യം നല്ല ചെലവുകളാണ്. അപ്പം അമ്മയെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല. അമ്മയ്ക്ക് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് തീരെ വയ്യാതൊക്കെ ഇരുന്നായിരുന്നു. ആ സമയത്തും ഞാനും ഇതേപോലെ പോയിട്ടുള്ള പൈസയും പിന്നെ കുറെ പേരല്ലാണ്ട് നമ്മളെ സഹായിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ അന്ന് കഴിഞ്ഞു പോയത്. അപ്പൊ വീണ്ടും ചേച്ചിക്ക് പഠനത്തിന് കുറച്ച് എമൗണ്ട് ഒക്കെ വേണ്ടി വന്നു. അപ്പൊ എന്റെ കൂടെ നടത്താൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് ഇതിനുള്ള ചെലവ് വേണം എന്നൊക്കെ ഞാൻ വീട്ടിൽ ചോദിക്കുന്നത് തന്നെ മോശമാണ്. അപ്പൊ എന്റെ ഇതിനുള്ള ചെലവ് ഞാൻ തന്നെ കണ്ടെത്തണമെന്ന് എനിക്ക് വലിയ നിർബന്ധമാണ്. ഞാൻ കൂടുതലും വീട്ടിലെ ജോലിക്ക് തന്നെയാണ് പോകുന്നത്. ഇടയ്ക്ക് വെച്ച് ഒരു സുഖമില്ലാത്തൊരു ആന്റിയെ നോക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് അത്യാവശ്യം പൈസ കിട്ടുമായിരുന്നു. അതൊരു ഒരാഴ്ചയോളം ഇടയ്ക്കൊക്കെ കാണും. അതൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ കൂടുതലും ചാമ്പ്യൻഷിപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കസിൻസും ഉണ്ട്. അവരുടെ ഒരു ഫിനാൻഷ്യലി തരുന്ന എമൗണ്ട് കൂടെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. വീടൊക്കെ ഭയങ്കര മോശമായിരുന്നു. വീട് നല്ല മഴയൊക്കെ പെയ്താൽ നന്നായിട്ട് ചോരും, നല്ല ചോർച്ചയൊക്കെ ആയിരുന്നു. ആകെ ഒരു മുറി അങ്ങോട്ടേ ഉള്ളായിരുന്നു ചോരാത്ത. പിന്നെ അതിനുശേഷം അമ്മയും ഞാൻ കഷ്ടപ്പെട്ട് ഒക്കെയാണ് ഈ വീട് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. പ്രൊഫഷനും വേണം, പാഷനും വേണം എന്നാണല്ല, ഒരു ജോലിയും വേണം, ഇതും വേണം. രണ്ടും എന്തായാലും ഉറപ്പായിട്ടും വേണം. വലിയ പൈസയാണ്. പിന്നെ എൻ്റെ കോച്ചൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ട്. ക്ലബിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ പറ്റി അത്യാവശ്യം അറിയാം. എല്ലാവരും എന്നെ ഫിനാൻഷ്യലി ആയാലും അല്ലാണ്ടായാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ കുറെ കസിൻസ് ഉണ്ട്. എല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആ ഒരു രീതിയിൽ പിന്നെ ഞാനും ഇങ്ങനെ ജോലി ചെയ്യുന്നതും എല്ലാം കൂടി സ്വരൂപി കൂട്ടി എന്തായാലും ഇറങ്ങാനുള്ള എമൗണ്ടൊക്കെ സെറ്റാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ്. ഇനി ഇപ്പൊ തന്നെ ഞാൻ ഈ മത്സരങ്ങളിലൊക്കെ പോകുമ്പോൾ ഫുൾ എമൗണ്ട് എനിക്ക് പണി കിട്ടുമെന്ന് ഞാൻ പറയാൻ പറ്റില്ലല്ലോ. കുറെ പേര് എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചാമ്പ്യൻഷിപ്പ് ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോയാലും ചാമ്പ്യനാവും. അമ്മയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയത്. അപ്പൊ ഇനി അവരെ കൊണ്ട് ഒന്നും ചെയ്യുന്ന മോശമല്ലേ. എങ്ങനെ പോയാലും ഇതിന് നല്ലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കുമെന്ന് എനിക്കൊരു ഉറപ്പാണ്. രാവിലെ ചോറ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇനി എന്തേലും വെക്കണം, എന്നാലേ കഴിക്കാൻ പറ്റൂ. അഞ്ജനയുടെ അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചതാണ്. അപ്പോൾ പിന്നെ അമ്മയും 2 മക്കളുമാണ് ഉള്ളത്. ചെറിയ വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ അഞ്ജന നമ്മുടെ ക്ലബിലേക്ക് ഒരു ദിവസം വന്നിട്ട് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അഞ്ജനയുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. വീട്ടിൽ പ്രശ്നങ്ങളാണ് സാർ, ഇതുപോലെ അഡ്മിഷൻ എനിക്ക് പഠിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അഞ്ജന, നിങ്ങൾ നിൽക്കി എന്ന് പറഞ്ഞു. നമ്മളും ആ റൂട്ട് തന്നെ വന്ന ആളാണ്. കാര്യം നമ്മളും ലോഡിങ്ങിനൊക്കെ പോയി കൂലിപ്പണിക്കൊക്കെ പോയിട്ട് തന്നെയാണ് ബോക്സിങ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വിഷമം മനസ്സിലാവും. ഞാൻ അന്ന് പുള്ളിയെ ചേർത്ത് നിർത്തി. ഇന്ന് ഖേലോ ഇന്ത്യ സൗത്ത് സോൺ പ്ലെയറാണ്, സ്റ്റേറ്റ് വുഷു പ്ലെയറാണ്, സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗ് പ്ലെയറാണ്. അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്, നാട് അറിയപ്പെടുന്ന നല്ലൊരു പ്ലെയറാണ് അഞ്ജന. അഞ്ജനയുടെ ട്രെയിനിങ് അതുപോലെയാണ്. ആൺകുട്ടികളുടെ കൂടെ തന്നെയാണ് ട്രെയിനിങ് വരുന്നത്. അത്രയും ഹാർഡാണ് ട്രെയിനിങ്. ഡെയിലി 5 കിലോമീറ്റർ റണ്ണിങ് വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് നമ്മുടെ തലൂർ ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്തുനിന്ന് കുന്നിക്കോട് ജംഗ്ഷൻ വരെ ഓടിയിട്ട് തിരിച്ചു വരും. ഏകദേശം 5 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഈ റണ്ണിങ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ തീവ്രമായിട്ടുള്ള കാർഡിയോ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ കാരണം. പിന്നെ ഡെഡിക്കേഷൻ ഉണ്ട്. ആൾ കൃത്യമായിട്ടൊന്നും എല്ലാ ദിവസവും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും. ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആൾ ഡിപ്രഷനിലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആൾ ഇതൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വന്നത്. അതെനിക്ക് മനസ്സിലായിരുന്നു. നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് നമുക്കത് മനസ്സിലായിട്ട് നമ്മൾ അന്ന് പോലെ ഇന്ന് വരെ അഞ്ജനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഞ്ജനയുടെ അവസ്ഥ.
പിന്നെ അഞ്ജനയ്ക്ക് ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ സഹായിക്കും. നമ്മളും ഈ അവസ്ഥയിൽ കയറി വന്നതിനെ കൊണ്ട് നമുക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്റർനാഷണൽ പോകാനൊക്കെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ആവുന്നുണ്ട്. നമ്മൾ എന്തായാലും അതിജീവിക്കും. എന്തായാലും അതിജീവിച്ച് ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആക്കും. അത്യാവശ്യം ആൾക്കാർ വരും എന്ന് പ്രതീക്ഷിക്കുന്നു.